99% മാധ്യമങ്ങളും ഇടതുപക്ഷക്കാരാണ്, മുൻ സഖാക്കളാണ് മനോരമയിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. മനോരമയിൽ ഒരു സീനിയർ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ദേശാഭിമാനി നിങ്ങളുടെ പത്രവും ഒരേപോലെയാണല്ലോ, ഇതിലും ഭേദം ദേശാഭിമാനി വരുത്തി വായിച്ചാൽ പോരെ, മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ആഷിക്ക് അത് മനസ്സിലായല്ലേ എന്ന് പറഞ്ഞു. ആർക്ക് മനസ്സിലായില്ലല്ലോ, ആഷിക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം. MM ലോറൻസിന്റെ കത്ത്, എൻ്റെ അപ്പൻ്റെ കത്ത് വായിക്കാൻ യോഗ്യതയില്ല അവിടെ ഇരിക്കുന്ന ആൾക്കും തന്നെ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസവും പാർട്ടിയും വെറുപ്പിച്ചത് SFIക്കാരാ. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളായ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ വളർന്ന ആശ ലോറൻസ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധിയായത്? എന്ന് മുതലാണ്? വിരോധമൊന്നും ആയിരുന്നില്ല. എനിക്ക് ഞാൻ സെൻറ്റ് തെരേസാസിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ തുടക്കം തൊട്ടൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ സിസ്റ്റേഴ്സും അങ്ങനെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ള കുട്ടികളുടെ പാരൻസ് വരുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കരുതലും അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. അത് എന്താ ഇപ്പോൾ പറയുക, കുറേ സമ്പന്നതയുടെ ഇടയിൽ പൈസ കുറഞ്ഞ വീട്ടിലാണോ അങ്ങനത്തെ സാമ്പത്തികമായിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യാനുള്ള പ്രായത്തിലല്ലെങ്കിൽ പോലും സംതിങ് ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റുള്ള സിബ്ലിങ്സിന് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, അവരുടെയൊക്കെ കാര്യം അവരാണ് പറയേണ്ടത്. അപ്പം അതൊന്നും ചോദിക്കാൻ മാത്രമുള്ള ബോധ്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പച്ചന് അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ സെൻറ്റ് തെരേസാസിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴും സിസ്റ്റേഴ്സൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ലഞ്ച് ടൈമിലൊക്കെ പാരൻസ് വരുമ്പോൾ എന്നെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഞാൻ ആകെ വറീഡ് ആവുന്നുണ്ടായിരുന്നു. ഇവരെന്നെ നോക്കിയിട്ട് ചിലരുടെ മുഖത്ത് പകപ്പാണോ സിമ്പതിയാണോ എന്നറിയില്ല. അതുപോലെ ഞങ്ങളുടെ നെയ്ബേഴ്സ് അതുവരെ എന്തുകൊണ്ടായിരിക്കാം അത് ഭയം, അന്നത്തെ അടിയന്തരാവസ്ഥ ഭയമായിരുന്നല്ലോ. കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളോടുള്ള ഭയം അല്ല, കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളോടുള്ള ഭയമായിരുന്നല്ലേ. അടിയന്തരാവസ്ഥ എല്ലാവർക്കും ഒരു ഭയം തന്നെയല്ലേ. അപ്പോൾ വോയിസ് ഇല്ലല്ലോ. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാളുടെ മകളെയൊക്കെ നോക്കി ചിരിച്ചാൽ അതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു, ഞങ്ങളുടെ വീട്ടിലെ ബന്ധുക്കളാരും വരില്ല, റിലേറ്റീവ്സ് വരില്ല, അയൽവക്കത്താരൊന്നും അകൽച്ച കാണിച്ചില്ലെങ്കിൽ അവർക്ക് ഭയവും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നമ്മളോടൊരു എമ്പതിയും സിമ്പതിയും എന്നുള്ള നല്ല നെയ്ബേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് 10-20 വർഷം കിട്ടിയ. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ അവരെല്ലാവരും തമിഴ് ബ്രാഹ്മിൺസും അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങി ജീവിക്കുന്നവരാ. അവർക്ക് ഈ രാഷ്ട്രീയവും പോലീസും ഒന്നും നേരിടാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നവരല്ല. എൻ്റെ അമ്മയും സ്ട്രോങ് ആയത്, അമ്മയുടെ ബ്രദർ കമ്മ്യൂണിസത്തിൽ പോയ ഒരാളും ഈ പോലീസ് മർദ്ദനവും ഒക്കെ ബ്രദർക്ക് നേരിടേണ്ടി വന്നത് കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിക്കുമ്പോൾ തന്നെ എടപ്പള്ളി പോലീസ് കേസിലെ പ്രതിയെന്ന ലേബിൾ മാത്രമുള്ള ഒരാളെയാണ് അമ്മ കല്യാണം കഴിക്കുന്ന അറേഞ്ച് മാരേജ്. പിന്നീട് ചൈനാചാരൻ എന്നും പറഞ്ഞിട്ട് പിടിച്ച് അകത്തിട്ടല്ലോ. ഇതൊക്കെ അമ്മ നേരിട്ടുണ്ട്. പോലീസ് റെയ്ഡും പിടിച്ചുകൊണ്ട് പോകണം, ജയിലും വിയൂർ ജയിലിൽ പോയി അമ്മ കണ്ടിട്ടുള്ള കാരണം അമ്മ നമ്മളെ സാഹചര്യം നമ്മൾ സ്ട്രോങ് ആകുമല്ലോ. അങ്ങനെ അമ്മ സ്ട്രോങ് ആയ ഒരാളാണ്. പക്ഷെ മറ്റുള്ള അയൽവക്കത്തെ അമ്മമാർക്കൊന്നും അതൊരു ശീലമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഇതില്ല. പക്ഷെ അപ്പച്ചൻ ജയിലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് എല്ലാവരുടെ മുഖത്ത് നല്ല ചിരിയും ഇതായിരുന്നു. അപ്പച്ചൻ പള്ളുരുത്തി മണ്ഡലത്തില് സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ തൊട്ട് പിന്നെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകാണ്ടായി. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എബിയിൽ എഴുതിയതിനു മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ വിരോധം തോന്നാൻ കാര്യം എന്നെ വെറുപ്പിച്ചത്, ഈ കമ്മ്യൂണിസവും പാർട്ടിയും വെറുപ്പിച്ചത് SFIക്കാരാണ്. മഹാരാജ് കോളേജിൽ SFIക്കാർ. ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെയാണ് പഠിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നെയ്ബേഴ്സ് ക്ലാസ്മേറ്റ്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സും അവർ തന്നെയാണ്. സ്കൂളിൽ പോകുന്നതും വരുന്നതും ഒരുമിച്ചാണ്. വന്നു കഴിഞ്ഞാലുള്ള വൈകുന്നേരത്തെ കളിയും ചിരിയും എല്ലാം അവരുടെ കൂടെ തന്നെയാണ്. വേറെ ഫ്രണ്ട്സിനെ അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ. എന്നുവെച്ചാൽ അവരുടെ വീട്ടിലമ്മ ഇന്നത്തെ പോലെയൊന്നും അല്ല. ഇന്ന് എൻ്റെ മകനെ ഞാൻ അടുത്ത വീട്ടിലോട്ട് വിടില്ല, അവിടുത്തെ പിള്ളേരെ ഇങ്ങോട്ട് വിടില്ല, എല്ലാം സേഫ് സോണെന്ന് വന്നിരിക്കുക. പക്ഷെ ഞങ്ങൾക്കൊക്കെ അവിടെ ഭക്ഷണം കഴിച്ച് രാത്രി കിടക്കാൻ മാത്രം വന്നാൽ മതി എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മഹാരാജ് കോളേജിൽ ചെന്നപ്പം ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് എല്ലാവരും ഒറ്റ ഗാങ്ങാണ്. എന്നുവെച്ചാൽ മഹാരാജ് കോളേജിൻ്റെ കിഴക്കേ ഗേറ്റിൻ്റെ അറിയാമായിരിക്കുമല്ലോ സുമേഷിന്, കിഴക്ക് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ തൊട്ട് പുറകിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ക്യാമ്പ് ഹൗസിന് തൊട്ട് മുമ്പിലത്തെ റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്ന് മഹാരാജ് കോളേജ് നടന്നു പോയ ഷിഫ്റ്റ് സമ്പ്രദായമാണ്. അപ്പോൾ ചെല്ലണ സമയത്തൊക്കെ എപ്പോഴും സമരമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് 80s, ഏർലി 80s. അന്നേരം അവിടെ ചെന്ന് ഇവരുമായിട്ടല്ലേ പോകുന്നത്. അപ്പുറത്തെ കുട്ടികളെ വിളിക്കുകയാണ് റെഡിയായോന്ന്. ഓരോരുത്തർ ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരുമിച്ച് പോകണം. കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒരേ സബ്ജക്ട്സ് പഠിക്കുന്നു, ഒരുമിച്ച് വീട്ടിലോട്ട് വരുന്നു. അപ്പം ഞാൻ പുതിയ ക്ലാസ്സിലെല്ലാവരെയും നോക്കി ചിരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പുതിയ സ്ഥലത്തോട്ടല്ല ഞാൻ പോണത്. മഹാരാജ് കോളേജ് എനിക്ക് പുതുമയാണെങ്കിലും എൻ്റെ കൂടെ വന്നവരൊക്കെ എൻ്റെ 4-5 വയസ്സ് തൊട്ടുള്ളവരാ. അപ്പോൾ അവിടെ സംസാരമായി സമ്പന്നരാണെന്ന്. അവർ വുഡ്ലാൻഡ്സ് അങ്ങനെ ദ്വാരക അവരുടെയൊക്കെ മുതലാളിമാരുടെ മക്കളൊക്കെയാണ് സമ്പന്നരുമായിട്ട് കൂട്ടുകെട്ടുന്നത്.
അപ്പം 4-5 വയസ്സ് തൊട്ട് കൈപിടിച്ച് നടന്ന സുഹൃത്തുക്കളാണ്. അവരെ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഞാൻ മാറ്റി നിർത്തി SFIക്കാരുടെ പുറകെ പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല. അത് നമ്മൾ പിന്നെ അറിയണത് ബ്രിട്ടോ വന്നിട്ട് അപ്പച്ചനോട് പരാതി പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് പോകുന്നില്ല എന്ന്. പിന്നെ സമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്. അപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിച്ചു മീറ്റിങ്ങിന് പോയിട്ട്. അപ്പച്ചനെ അറിയാൻ ഞാൻ എന്ത് ഉത്തരമായിരിക്കും കൊടുക്കുക എന്നുള്ളത്. അപ്പച്ചൻ്റെ മോളല്ലേ, ഞാനിതൊക്കെ പറയുന്ന ഒരാളുമാണ്. അപ്പച്ചനോട് വേറെ പാർട്ടി പൊക്കൂടായിരുന്ന, എന്തിനാണ് കോൺഗ്രസിൽ പൊക്കൂടായിരുന്ന, ഇതിന് പൈസയും ഇല്ല ഒന്നുമില്ല, പിന്നെ വേറെ ജോലിക്ക് പൊക്കൂടായിരുന്നോ എന്നൊരു വളരെ ചെറുതിലേ ചോദിച്ചിട്ടുള്ളൊരു ആള് പ്രീഡിഗ്രിക്ക് എത്തുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു, പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. വീട്ടിലെല്ലാവർക്കും എതിർപ്പ് തന്നെയായിരുന്നു ആ ചോദ്യത്തോട് തന്നെ. അപ്പച്ചൻ ചോദിച്ചു, അപ്പച്ചനെ ഞങ്ങൾ ചോദ്യം ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. അപ്പച്ചൻ പറയണത് തന്നെയാണ് എല്ലാ കാര്യത്തിലും അവസാന വാക്കെന്ന് പാർട്ടിക്കാർക്കും അറിയാം. ഞങ്ങളുടെ കല്യാണങ്ങളും എല്ലാം നടത്തിയതും നോക്കിയതൊക്കെ അപ്പച്ചൻ്റെ തീരുമാനപ്രകാരം. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രീഡിഗ്രി പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ മഹാരാഷ്ട്രയിലും പഠിക്കണില്ല, 10 പൈസ ചിലവില്ലാണ്ട് പോയി പഠിക്കാം, ഇവിടുന്ന് ഇപ്പുറത്തെ റൂമിൽ പോകണം, അത്ര ദൂരമേ ഉള്ളൂ, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, ഞാൻ സെന്റ് തെരേസസിൽ പോകണമെങ്കിൽ നടക്കണം. എന്നിട്ട് ഞാൻ അതിന് തയ്യാറായി. അവിടെയാണ് പോയി BAക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ പിന്നെ രാഷ്ട്രീയവും ഒന്നും അവിടെ എൻ്റെ കൂട്ടുകാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ കൂട്ടുകാരല്ലെങ്കിലും സ്കൂൾ തൊട്ട് പഠിച്ച വേറെ കൂട്ടുകാർ, അവരൊക്കെ എല്ലാവരും പരിചയമില്ലേ. ആ 3 വർഷം നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ LLBക്ക് അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് ലോ കോളേജിൽ. ഇല്ല, എറണാകുളത്ത്. അവിടെ ചെന്നപ്പോൾ അബി എൻ്റെ സീനിയറാണ്. അബി പറഞ്ഞു SFIയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. ഞാൻ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എന്നെ എന്തിനാ നിർബന്ധിക്കണേന്ന്. അപ്പം പറഞ്ഞു എടുക്കണമെന്നും പറഞ്ഞ് എടുപ്പിച്ചു. ഏതൊക്കെയോ സമരത്തിന് എന്നെ അവിടെ റോട്ടിൽ കൊണ്ടുപോവുകയും മുദ്രാവാക്യം വിളിപ്പിക്കാനൊക്കെ നിന്നിട്ടുണ്ട്. അബി കണ്ണുരുട്ടി പേടിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അബി ഞാനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണെന്ന് അന്നത്തെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. സുമേഷ് ചോദിച്ച ചോദ്യം എന്റെ മനസ്സിലുണ്ട്, എപ്പോഴാണ് ഈ അകൽച്ച വന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഫ്രണ്ട്സിനെ പോലെ സജീവനാണ്. ഹൈക്കോടതി പോകുമ്പോൾ എന്നെ ബൈക്കിൽ കോളേജിൽ ഡ്രോപ്പ് ചെയ്യണത്. അവിടെ ചെന്ന അബിയുടെ ഇത് നമുക്കാരോടും മിണ്ടാൻ പോലുള്ള ഇതില്ല. അന്ന് നിങ്ങൾ പഠിക്കുമ്പോഴും ലോ കോളേജിൽ പഠിക്കുമ്പോഴും സജീവൻ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞിരുന്നു. സജീവ് SFIയിലൊക്കെ ഉണ്ടായിരുന്നു. സജീവ് പ്രാക്ടീസ് തുടങ്ങിയിരുന്നു. സുജ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വിവാഹിതയായി. പിന്നെ ഞാനും അബിയും മാത്രമാണ് സ്റ്റുഡൻസ് ഉള്ളത്. അബി അവിടെ ഉള്ളത് കാരണം ആമ്പിള്ളേരൊന്നും എൻ്റെ അടുത്ത് അധികം മിണ്ടാനൊന്നും വരത്തുന്നില്ല. ബ്രദർ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് കുട്ടികളൊക്കെ പറയും കോടതി വീട്ടിൽ തുടങ്ങാലോ എന്ന്. 3 പേരല്ലേ ഒരേ വീട്ടിൽ നിന്ന് LLBക്കൊക്കെ പഠിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞു, പിന്നെ പഠിത്തം പോയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വിരോധം തുടങ്ങിയത് അമ്മയുടെ കാര്യം വന്നപ്പോൾ ഒരു സ്റ്റാൻഡ് ഞാൻ എടുത്തു. അവിടെ അപ്പനും മറ്റും 3 മക്കളും ഒക്കെ അവരൊരുമിച്ച് നിന്നു. അബിക്കും അപ്പച്ചനും എതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. അപ്പോൾ സജീവനാണ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു ഇഷ്യൂല് അകൽച്ചയിൽ തന്നെ ആയിരുന്നു. പിന്നീട് അകൽച്ച കൂടി വന്നു. ആരും ഇപ്പോഴുള്ള അവസ്ഥ എങ്ങനെയാണ്? സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കണമെന്ന് അബി എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വാക്കുകൾ കൊണ്ട്, എന്നെ മകനെയൊക്കെ. പക്ഷെ വളരെ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടും ആ ഒരു അവസ്ഥ ഉണ്ടായി. എനിക്ക് അത്ഭുതമായിരുന്നു. ഹൈക്കോടതിയിലൊക്കെ ഓരോരുത്തർ അബി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ചില ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന അബിയുടെ ഫ്രണ്ട്സ് ബോയ്സ് പോലും കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നല്ലോ എന്ന്. വെച്ചാൽ ഇവരെല്ലാവരും ഞങ്ങളുടെയും ഫ്രണ്ട്സാണ്, അവരെല്ലാവരും ഞങ്ങളുടെയും സഹോദരന്മാരാണ്. എൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ അബിയും സഹോദരിമാരായിട്ടേ കണ്ടിട്ടുള്ളൂ. അവസാനം അത് ശത്രുക്കളെ പോലെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്ഭുതമായിരുന്നു. ഈ അത്ഭുതം അല്ലാണ്ട് ആരും ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങളിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരേ ഒരാൾ ഞാൻ ഡൽഹിയിലുള്ളപ്പം അവിടെ അപ്പച്ചൻ വന്നു എന്ന് പറഞ്ഞിട്ട് കേരള ഹൗസിൽ കാണാൻ ചെന്നപ്പോൾ ബാലാൻ സഖാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് നേരിട്ട് ചെല്ലാൻ, അപ്പച്ചനും വാശിക്കാരനാണ്, എനിക്കും വാശിയാണ്. അപ്പോൾ ബാലാൻ സഖാവ് ഞാൻ ചെന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വന്നേ, ഇങ്ങനെ അച്ഛനും മോളും ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഈ കൈയും പിടിച്ച് അപ്പച്ചൻ്റെ മുറി കൊണ്ടുപോയി. മിണ്ടില്ലായിരുന്നു ആ സമയത്ത്? മിണ്ടൊക്കെ ചെയ്യും. ഞങ്ങൾ തമ്മിൽ വഴക്കിടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സിന്ധു സുകുമാരൊക്കെ പറഞ്ഞ പോലെ അകൽച്ച എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ളൊരു അകൽച്ചയല്ല. ഇപ്പം അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്ത, അമ്മ ഡിസേർവ് ചെയ്യാത്തൊരു കാര്യമാണ് അത് ചെയ്തത്. അത് അപ്പച്ചൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു, അത് ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും പിന്നെ ഞാൻ LLB കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണവും എല്ലാം ഉണ്ടാവുമല്ലോ. എൻ്റെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാരണം ഒരു അപ്പൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ. LLB കംപ്ലീറ്റ് ചെയ്യാത്തതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? കല്യാണം കഴിഞ്ഞാൽ ജീവിതം മാറുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലോട്ട് കൂടുതൽ പോകണ്ടല്ലോ. എൻ്റെ മടിയും എൻ്റെ ശ്രദ്ധക്കുറവും ജീവിതം ഇങ്ങനെ മാറിപ്പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. ആ പ്രായത്തിൽ കല്യാണം കഴിച്ചു. പിന്നീടാണ് പ്രശ്നം വരുന്നത്. പിന്നെ അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ, LLB എഴുതിയെടുക്ക്, നിനക്കത് പറ്റും, നിനക്ക് കഴിവുണ്ട്, ഞാൻ ട്യൂഷൻ ഏർപ്പാടാക്കാം. അപ്പോഴൊക്കെ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ഫ്രണ്ട്സൊന്നും
അങ്ങനെ ജോലിക്കൊന്നും പോകണില്ല, അമ്മ ജോലിക്ക് പോകണില്ല, തൊട്ടടുത്ത ആൻറ്റിമാർ പോകണില്ല. പിന്നെ ഭർത്താവ് കൊണ്ടുവരും, അത് കഴിച്ച് ഇങ്ങനെ ഓരോ ഇതായിട്ട് ജീവിച്ച് പോകും, 1-2 കുട്ടികളൊക്കെ ആയിട്ട് പോകുമെന്ന് പറഞ്ഞ് പിന്നെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ. പിന്നെ LLB എഴുതിയെടുക്കാൻ പോയ ഒരുപാട് പേപ്പർ എഴുതിയെടുക്കണം, എഴുതിയെടുത്താലൊന്നും സമയം കുറേ ആവും, പഠിച്ച് ഗ്യാപ്പ് വന്നുപോയി. പിന്നെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. LLB എനിക്കൊരു അലങ്കാരം മാത്രമായിരിക്കും. ഞാൻ വരയ്ക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഡിസൈനിങ് കോഴ്സ് ചെയ്ത് ഡൽഹിയിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിൽ അവിടെ തന്നെ ജോലിയിൽ കോൺട്രാക്ട് ബേസിലാണ് കയറിയത്. ഞാൻ അത് പറഞ്ഞിട്ട് ആരും വന്ന് പറഞ്ഞിട്ട് അവള് കോൺട്രാക്ട് ആയിരുന്നു, എന്നിട്ട് ഇപ്പൊ ജോലിയിൽ കയറി എന്നൊക്കെ പറഞ്ഞു. അന്ന് എനിക്ക് സ്ഥിരപ്പെടാൻ പറ്റുമായിരുന്നു, പക്ഷേ അവിടെ സ്റ്റാഫ് എക്സസ് ആണെന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് മാറി വേറെ സ്ഥാപനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഒരു കോർപ്പറേഷനിൽ ജോലി ചെയ്ത് അവിടെ സ്ഥിരപ്പെടാൻ അവിടെ കേസൊന്നും ഇല്ലായിരുന്നു, മാനേജ്മെന്റും തൊഴിലാളി യൂണിയനും തമ്മിൽ. പക്ഷെ അവിടെ വെച്ചിട്ട് എനിക്ക് ഡൽഹിയിലെ ക്ലൈമറ്റ് പറ്റാണ്ടായപ്പം അടുപ്പിച്ചടുപ്പിച്ച് പനിയെല്ലാം വന്നു. അപ്പം മിലൻ ചെറിയ കുട്ടിയല്ല. അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞിരുന്നു, സാറ് മുഖ്യമന്ത്രി ആകുമ്പോൾ എനിക്കൊരു ജോലി ശരിയാക്കി തരണം. അപ്പോൾ അപ്പച്ചനൊരിക്കലും ഈ കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനം ഉണ്ടെന്ന്, കോർപ്പറേഷനിൽ എനിക്കറിയില്ലെന്ന്, കോർപ്പറേഷൻ നേരിട്ട് എന്ന ജോലി തരണ ഒരു സ്ഥാപനമാണെന്ന് അറിയില്ലെന്ന്. എന്തോ കോർപ്പറേഷൻ ഉണ്ട്, അതൊക്കെ വലിയ PSC ഒക്കെ എഴുതി അല്ലെങ്കിൽ വലിയ പഠിപ്പുള്ളവർക്കൊക്കെ കിട്ടണമെന്ന് ഞാൻ കരുതിയിരുന്നത്. ഞാൻ ജോലി ആഗ്രഹിച്ചിരുന്നില്ല. ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കിനി ഇവിടെ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെയല്ലേ നല്ലത്, എൻ്റെ കരിയറിന് പ്രൊഫഷൻ ഡിസൈനർ എന്ന അതിന് ഡൽഹി തന്നെയാണ് അന്നും ഇന്നും നല്ല, മോൻ്റെ പഠിത്തത്തിന് ഇതുമല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു കുറച്ച് നാളെങ്കിലും ഞാനൊന്ന് മാറി നിൽക്കട്ടെ, ഇവിടെ ആകുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം, ഞാനെങ്ങാനും വീണു പോയാൽ ജോലിയും ഇല്ല, മകൻ എന്ത് ചെയ്യും, അവിടെയാണെങ്കിൽ എൻ്റെ പരിചയക്കാർ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവന് കുറച്ച് ഭക്ഷണമെങ്കിലും കൊടുക്കാൻ. അങ്ങനെ നിർബന്ധിച്ചാണ് അദ്ദേഹത്തിന് ഇവിടെ വന്ന് അപേക്ഷ കൊടുത്ത് ഞാൻ സിഡ്കോയിൽ ജോലി ചെയ്തതും. സിഡ്കോന്ന് പിന്നെ മിലൻ ശബരിമല വിഷയമുണ്ടായപ്പോഴാണ് മിലൻ അവിടെ BJPയുടെ സമരപ്പന്തലിൽ പോയി അല്ലേ? അതല്ലേ ഒരു വിവാദമുണ്ടായത്? എന്തായിരുന്നു അതിന്റെ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്, സുമേഷ് പള്ളിയിലും പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പള്ളി ആയിട്ടൊന്നും എനിക്കൊരു ബന്ധമില്ല. എന്നാൽ നല്ല പുരോഹിതരും സന്യാസിമാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളും സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരും ഉണ്ട്. പക്ഷേ മെമ്പറൊന്നുമല്ല. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് സംസാരിക്കാം. സുമേഷിനോട് സംസാരിക്കുന്ന പോലെ ദൈവത്തിനോട് കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാ. അല്ലാണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് അവിടെ നരകത്തിലിടും. ആരും നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നില്ല, പേടിപ്പിക്കുന്നില്ല. ഒരു ഭയപ്പെടുത്തലുണ്ട് പള്ളിയിൽ അല്ലേ, ഭയപ്പെടുത്തലുണ്ട്. കുർബാനയ്ക്ക് ചെന്നില്ലെങ്കിൽ പാവമാണ്, അങ്ങനത്തെ ആ ഒരു സ്വാതന്ത്ര്യം ചിലപ്പോൾ എല്ലാ മനുഷ്യനും ആവശ്യം ഉണ്ടാവുമല്ലോ. റെസ്ട്രിക്ഷൻസ് എനിക്ക് ഇത്തിരി പ്രശ്നമാണ്. ഇങ്ങനെ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞ വെറുതെ വിട്ടാൽ ഞാൻ നല്ല കുട്ടിയൊക്കെ തന്നെയാണ് അന്ന് വന്ന്. പക്ഷെ ഇന്നതേ ചെയ്യാൻ പാടെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യണമെന്നൊരു ഇത് വരില്ലേ. അതുകൊണ്ടൊന്നും അല്ല, അത് ഗ്രാജുവലി അങ്ങനെ ഒരു ഇത് വന്നു. അപ്പം മിലനും അയ്യപ്പന്റെ വലിയ ഭക്തനായിരുന്നു. അങ്ങനെ മിലൻ എന്നോട് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നല്ലേ? പാർട്ടിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നത് അതാണ്. അല്ലാണ്ട് കുടുംബ പ്രശ്നത്തിലൊന്നും അവര് അപ്പച്ചൻ പറയേണ്ടപ്പം അവര് നിന്നിട്ടൊന്നും. അതോടുകൂടി സിഡ്കോയിലെ ജോലി പോയി? അല്ല, അന്ന് പോയില്ല. അന്ന് പിരിച്ചുവിട്ടെങ്കിലും പിറ്റേ ദിവസം എടുത്തു. പിന്നെ ഞാൻ കേസരിയിൽ ഒരു ലേഖനം എഴുതിയെന്നും പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ടെർമിനേഷൻ കിട്ടുന്നത്. അപ്പോഴ് പിന്നെ ഞാൻ അപ്പച്ചന്റെ ആത്മകഥയില് ആ ടെർമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ, എൻ്റെ ഏജ് ഒരു പ്രശ്നം എല്ലാം. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിജയരാഘവൻ അപ്പോഴാണ് കൺവീനർ ആകുന്നത്. അപ്പോൾ ഒരു സൗമ്യനാണെന്ന് കേട്ടറിവേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അദ്ദേഹം അടുത്തുകൂടി പോയപ്പോൾ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഡൽഹിയിൽ VP ഹൗസിൽ ഞാൻ അനിരാജ മാമിനൊക്കെ കാണാൻ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്തുകൂടി പോകും. പക്ഷേ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഇന്നാളുടെ മോളാണെന്നൊന്നും പരിചയപ്പെട്ടില്ല. വെച്ചാൽ അവരൊക്കെ ഭയങ്കര ഉയർന്ന ആൾക്കാരാണ്. ചെന്ന് MM ലോൺസിന്റെ മോളാണെന്ന് പറയുമ്പോൾ എന്താണ് ആ മുഖത്തെ ഭാവവ്യത്യാസമൊന്നും അപ്പച്ചൻ വെട്ടി നിരത്തിയതിന് ശേഷം ഞങ്ങൾ സഖാക്കളുടെ എല്ലാം നിറമാറ്റമൊക്കെ കണ്ടതാ. അപ്പൊ ഇവരൊക്കെ ഇനി അപ്പച്ചന്റെ കെയർ ഓഫിൽ ചെന്ന സാധാരണ സഖാക്കൾ എല്ലാവരും അകന്ന് മാറി വെട്ടിനിരത്തലോടുകൂടി. വീട്ടിലാരും വരില്ല, വിളിക്കില്ല. അപ്പച്ചൻ പോലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പം കുടുംബത്തോട് അവർ കരുതലുണ്ടാവില്ലല്ലോ. കാരണം തൊട്ടടുത്ത് ഇതുപോലെ പാസ് ചെയ്ത് പോയിട്ട് പോലും ഞാൻ വിജയരാഘവനോട് സംസാരിച്ചില്ല. പക്ഷെ കൺവീനർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ചിരിയും ബഹളവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് സഖാക്കളുടെ ഒരു ബലം പിടുത്തമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണല്ലോ, എന്ത് വന്നാലോ ചിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഒന്ന് വിളിച്ചേക്കാന്നും കരുതി വിളിച്ച് പരിചയപ്പെട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിരുന്നു. ഞാൻ രാധാകൃഷ്ണനോടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കത്ത് വേണം, കത്ത് കൊടുക്കണം. ഞാൻ ചോദിച്ചു ആർക്കാ? പാർട്ടി സെക്രട്ടറിക്ക്. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി. ഞാൻ പറഞ്ഞു ആ കത്ത് കൊടുക്കാം, എന്താ എഴുതണ്ടേന്ന് ചോദിച്ചു. ജോലി തിരിച്ച് തരണം എന്നും പറഞ്ഞ ആട്ടാണോ?
അപ്പോൾ പറഞ്ഞ ഞാനല്ല കത്ത് എഴുതേണ്ടത്, വേറെ ആരെങ്കിലും കൊടുക്കണമെന്ന്. ആ ഫ്ലോ അങ്ങോട്ട് വരുന്നില്ല വിജയരാഘവന്. ഞാൻ ചോദിച്ചു ആരെങ്കിലും, എന്നാൽ പിന്നെ വിജയരാഘവൻ, ഞാൻ പേരാ വിളിച്ചത്. ഞാൻ ചോദിച്ചു, സീനിയറാണ് പ്രായം കൊണ്ട് ഒത്തിരി, പക്ഷേ ഞാൻ പേര് വിളിച്ചോട്ടെ ഒന്ന് ഞാൻ ചോദിച്ചു. സഖാവ് വിളി എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ അപ്പച്ചനെ പോലും സഖാവ് നീ ബ്രിട്ടോ വിളിക്കുമ്പോൾ ഞാൻ പറയും, ബ്രിട്ടോ ഒക്കെ ചെറിയ കുട്ടികളല്ല, എന്താ അങ്കിൾ എന്ന് വിളിച്ചാൽ പോരെയെന്നും. അത് അവരുടെ ഒരു ഇതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ സഖാവ് വിളിക്കലൊന്നും ഇല്ല, രാധാകൃഷ്ണൻ പേരാ വിളിക്കണം, ജയരാജൻ വിജയരാജനെ മാത്രം ജയരാജേട്ടാന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചോളാൻ പറഞ്ഞാൽ പേരാ വിളിച്ചാൽ പറഞ്ഞു, വിജയരാജൻ എന്നാൽ ഒരു കത്ത് കൊടുക്കുക എനിക്ക് വേണ്ടിയിട്ട്, കത്ത് കൊടുക്കുന്ന. അപ്പോൾ ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനല്ല ലോറൻസ് സഖാവ് കൊടുക്കണമെന്ന്. അപ്പോൾ ലോറൻസ് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് ഒരു കണ്ണീർ കഥ, എൻ്റെ മകള് ദയനീയ അവസ്ഥയിലാണ്, സഖാവ് ഒരു ജോലി കൊടുത്ത് ശരിയാക്കണം എന്നും പറഞ്ഞിട്ടൊരു മാപ്പപേക്ഷ എന്ന് വെച്ചാൽ കേസിലൊക്കെ എഴുതിയതില്ല, അതൊക്കെ തെറ്റ് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ. അപ്പച്ചൻ അവിടെ സാറുണ്ട്. അന്ന് അപ്പച്ചന് 89 വയസ്സോ 59 വയസ്സുള്ള ആളെ കൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ഒരു മാപ്പപേക്ഷയും കൊടുത്തൊരു ജോലി വേണ്ടാന്ന്, ഞാൻ ചുറ്റി ജോലിക്ക് പോകാൻ ഇവിടെ ആരുടെയും റെക്കമെൻഡേഷൻ ഒന്നും വേണ്ടല്ലോ അല്ലേ, എന്തെങ്കിലും എനിക്ക് വരയ്ക്കാൻ അറിയാം, എന്തെങ്കിലും. ആ സമയത്ത് പിന്നെ ഒരു കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയിപ്പോയി. അപ്പോൾ 1.5 വർഷം നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് തന്നെ തിരിച്ചു വന്ന് പിടിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം പാർട്ടി സെക്രട്ടറിയൊക്കെ എൻ്റെ അപ്പം കത്ത് കൊടുത്തിട്ട് ജോലി വേണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, നടക്കുന്ന കാര്യമല്ല. എൻ്റെ MM ലോറൻസിൻ്റെ കത്ത്, എൻ്റെ അപ്പൻ്റെ കത്ത് വായിക്കാൻ യോഗ്യതയില്ല അവിടെ ഇരിക്കുന്ന ആൾക്കെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോഴും വിജയരാഘവൻ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ചെയ്തത്. ഇത് കേൾക്കുമല്ലോ എപ്പോഴെങ്കിലും. നിഷേധിക്കട്ടെ, ആശ പറയണത് കള്ളമാണ്, എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എനിക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാനത് അംഗീകരിക്കും. പക്ഷെ അത് പറയണം. എന്തായാലും സഖാവ് മരണപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വഷളാക്കിയതും വേദനിപ്പിച്ചതും മാധ്യമങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ എന്തെങ്കിലും എന്തായിരുന്നു പകയുള്ളത് പോലെയായിരുന്നല്ലോ അന്ന് പെരുമാറ്റം? മാധ്യമങ്ങള് സുമേഷിന് അറിയാലോ, ഇവിടുത്തെ ഇപ്പോൾ 95-99% മാധ്യമങ്ങളും ഇടതുപക്ഷക്കാരാ, മുൻ സഖാക്കളാണ്. മനോരമയിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. മനോരമയിൽ ഒരു സീനിയർ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, പേര് പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ദേശാഭിമാനി നിങ്ങളുടെ പത്രവും ഒരേപോലെയാണല്ലോ, ഇതിലും ഭേദം ദേശാഭിമാനി വരുത്തി വായിച്ചാൽ പോരെ, മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ആഷിക്കത് മനസ്സിലായല്ലേ എന്ന് പറഞ്ഞു. ആർക്ക് മനസ്സിലായില്ലല്ലോ, ആശയ്ക്കെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം. ഇപ്പം അതിലില്ല. അപ്പോൾ അവർ സമ്മതിച്ചു തരില്ല. ഇവരൊരു നുഴഞ്ഞു കയറ്റം പോലെ എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ഇവരുടെ SFIക്കാരെ ട്രെയിൻ ചെയ്ത് പാർട്ടി തന്നെ ഇന്നത് പഠിച്ച് അതിലോട്ട് കയറ്റിട്ടുണ്ട്. അവർ റൈറ്റപ്പ് ചെയ്യുന്നതാണ് ഇപ്പൊ എഴുതി കൂട്ടണമെന്നുള്ള ചാനലിലായാലും പ്രിന്റഡ് മീഡിയയിലായാലും ഇടതുപക്ഷക്കാർ തന്നെയാണ് കൂടുതലും ഉള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് അതിന്റെ പകയുണ്ടാവും. എന്നെ വേദനിപ്പിച്ച 3-4 പേരുടെ പേര് എടുത്ത് പറയുവാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പിന്നീട് പാർട്ടിക്കാർ പറഞ്ഞത് ഞാൻ അവിടെ RSSകാരോ BJPക്കാരോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞാണ് അവർ പ്രതിരോധിക്കാനായിട്ടാണ് വന്നത്. എറണാകുളം ടൗൺ ഹാളിലെ പ്രശ്നം അവരാരും വന്നിരുന്നില്ല. ഞാൻ രാജേട്ടൻ അന്ന് വിളിച്ചിരുന്നു. അപ്പൊ രാജേട്ടൻ അന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിനായിട്ട് പാലക്കാടാണ്. ഞാൻ പറഞ്ഞു അപ്പച്ചനെ കാണാൻ വരണം. അപ്പച്ചനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരാള് അല്ല. രാജേട്ടൻ വന്നില്ല. രാജേട്ടൻ പറഞ്ഞു ഒരു ദിവസം മാറി നിൽക്കേണ്ടി വരില്ലേ പാലക്കാട് നിന്ന് വന്നിട്ട് ഇതിന്. അല്ലാണ്ട് പരിചയമുള്ളവർ വിളിച്ചു. പക്ഷെ BJPക്കാരും അവിടെ വന്നതായിട്ടൊന്നും എനിക്കറിയില്ല. രാജേട്ടനും സഖാവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്നറിയില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അദ്ദേഹത്തിനെ വിളിച്ചൊരു ഊണ് കൊടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നിലയ്ക്കൽ സമരം തൊട്ടാണല്ലോ രാജേട്ടനെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഭയങ്കര ഒരു സാത്വികനായിട്ടുള്ള ഒരാളായതുകൊണ്ട് അമ്മ എപ്പോഴും പറയും നല്ലൊരാളെന്ന്. അത് കമ്മ്യൂണിസ്റ്റുകാരും പോലും അംഗീകരിക്കാറുണ്ട്. എന്നോട് നാഷണൽ ലെവലിലുള്ള ആൾക്കാർ പോലും പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ. വരുന്ന നമ്മൾ ഈ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അവരാരും അവിടെ വന്നിട്ടില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാന്നൊരു BJP RSSും പറഞ്ഞിട്ടില്ല. ആരെയും കൊണ്ടല്ല പോയത്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയിൽ ഒരു ഉത്തരവായിട്ട് വരുമ്പം എനിക്കത് വയലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഞാനത് കോടതിയെ ലക്ഷ്യമല്ലേ ചെയ്യണത്. ഇത് അപ്പച്ചൻ്റെ മൃതദേഹം എന്ന് പറയാൻ എനിക്ക് സങ്കടമാണ്. അപ്പച്ചനെ അവിടെ മെഡിക്കൽ കോളേജിലാക്കണമെന്ന് പറയുമ്പം അപ്പച്ചനെ അവിടെ സേഫാണ് അല്ലേ. പിന്നെ ഇവരെ എടുത്തുകൊണ്ട് പോയി ഒന്നും ചെയ്യാനൊന്നും പോണില്ല. പിന്നെ ഈ മകനെയും കൂട്ടി ഞാൻ അപ്പച്ചൻ്റെ
ബോഡി എടുത്തുകൊണ്ട് എവിടെ പോകാൻ? അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും അപ്പച്ചൻ്റെ കാല് പോലും പൊക്കാനുള്ള ആരോഗ്യം. അപ്പച്ചൻ നല്ല സ്റ്റൗട്ടായിട്ടുള്ള ആളാണ്. ഈ മൊബൈൽ മോർച്ചറിയും പൊക്കിയിട്ട് ഞാനും മകനെ എവിടെ പോകാനാ? ഞങ്ങളുടെ കൂടെ ഒരു വണ്ടിയില്ല, ആൾക്കാരില്ല, എവിടെ കൊണ്ട് വെക്കും? എനിക്ക് എറണാകുളത്തൊരു വീടില്ല. പ്രൈവറ്റ് മെഡിക്കൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വെച്ചാൽ ഇവർ ഫോൺ ചെയ്ത് പറയും വെപ്പിക്കണ്ടെന്ന്. പിന്നെ ആദ്യത്തെ കാര്യം തന്നെ കോടതി അലക്ഷ്യമാണ്. കോടതിക്ക് എന്നെ നിയമ നടപടി എനിക്കെതിരെ ചെയ്യാം ഞാൻ അങ്ങനെ അത് എടുത്താൽ. ഒരുപാട് നേരം അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അപ്പനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു കരച്ചിൽ മാത്രമാണ് അവിടെ നിന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ശാന്തമാകുമ്പോൾ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇത്ര യുദ്ധമൊന്നൊക്കെ നടക്കേണ്ട കാര്യമില്ല. ഞാൻ എവിടെ കൊണ്ടേ വെക്കും? എത്ര ദിവസത്തേക്ക്? അതിൻ്റെ വാടക ആര് കൊടുക്കും? എനിക്ക് സ്വന്തം വീടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് അപ്പച്ചനെ അവിടെ കിടത്തി ജീവിക്കാൻ മാത്രം എന്ത് പൊട്ടത്തരമുള്ള ഒരാളാണോ ഞാൻ? LLB പഠിച്ചിട്ടില്ലെങ്കിൽ പോലും സ്കൂട്ടി വായിക്കാനെങ്കിലും അറിയാവുന്ന ഒരാളായിട്ട് എന്നെ അംഗീകരിക്കണ്ടേ? നമുക്ക് കോടതി ഉത്തരവ് അംഗീകരിച്ചേ പറ്റൂ അല്ലേ? അവരെന്തിനാണ് ആ നാടകം നടത്തിയത്? മാധ്യമങ്ങളുടെ കാര്യത്തിലോട്ട് പറയാം. ഞാൻ അന്ന് ഇത് കഴിഞ്ഞ് നിൽക്കുമ്പം കോടതി പോകണമെന്ന് അറിഞ്ഞില്ല. അപ്പം ഫോൺ വിളി എല്ലാ ചാനലിൽ നിന്നും വരുന്നുണ്ട്. എല്ലാവർക്കും ആദ്യം കിട്ടണം, അവരവരുടെ റേറ്റിംഗ് ആണ് പ്രശ്നം. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ളൊരു ആളാണ് ലേബ ശശീന്ദ്രൻ, വൈക്കത്തെ ശശീന്ദ്രൻ എന്നാണോ പേര്, ഭാര്യ. ആരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു കോടതിയിലാണ്. ഇറങ്ങിയ ഉടനെ എനിക്ക് ആദ്യം തരണേ, ഞാൻ ഇപ്പുറത്ത് മാറി നിൽക്കുക, എനിക്ക് ഒറ്റയ്ക്ക് തരണേന്ന്. ഒരു അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കണതേ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞോന്നും അറിയില്ല, ഓർക്കണില്ല. അത് കഴിഞ്ഞ് വിധി വന്നു കഴിഞ്ഞ് ഇവർക്കാർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം. സെൽഫി എടുക്കുമ്പോൾ നല്ല മൊത്തൊരു പാടൊന്നും ഇല്ലാത്ത ആളല്ല ഞാൻ നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ അവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 3:45 മണിയായി വിധി പറയണത്, വാക്കാൽ പറയണത്. ഓടുവാണ് ഞാനും ഒരു യൂബർ ബുക്ക് ചെയ്തിട്ട് നോർത്തിലെത്തണം. ഹൈക്കോടതിയിൽ അവിടെ നിന്ന് നോർത്ത് ബ്ലോക്ക് അറിയാലോ സുമേഷിന്. അവിടെ ചെന്ന് ഒരു അരമണിക്കൂറാണ്. അപ്പം 4 മണിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് വാർത്ത. ഞങ്ങൾക്കൊരു 15 മിനിറ്റാണ് ലാസ്റ്റ് ഉള്ളത് അപ്പച്ചനൊന്ന് കാണാനായിട്ട്. അതിന് ഓടിപ്പാഞ്ഞ് നിൽക്കുമ്പം എല്ലാവരും വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പോകാമെന്ന്. അപ്പോൾ ഈ ലേബ വീണ്ടും വിളിച്ചിട്ട് പറയുക എവിടെയെങ്കിലും ഒന്ന് നിർത്തൊരു ബൈറ്റ് തന്നിട്ട് പോയാൽ മതിയെന്ന്. എനിക്കതൊന്നും സങ്കടമാണ് സുമേഷ്. 15-10 മിനിറ്റ് നിങ്ങളെ വേഗം പോവാശ, അപ്പനെ ഇപ്പം കൊണ്ടുപോവില്ല. അതല്ലേ അവരൊരു സ്ത്രീ എന്ന നിലയ്ക്കും ഒരു മകളെന്ന നിലയ്ക്കും എൻ്റെ അടുത്ത് പറയേണ്ടത്. പറയാം വഴിയരികിൽ വണ്ടി നിർത്തിയിട്ട് അവർക്ക് ബൈറ്റ് കൊടുത്തിട്ട് പോകാമെന്ന്. ഓടിപ്പാഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് നടന്നത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് മിലനും ഞാനും തളർന്ന് വന്ന് റൂമിൽ കിടക്കുമ്പോൾ ഫോൺ വിളിയോട് വിളിയാ. അപ്പം മിലൻ പറഞ്ഞു എവിടെ പോകണ്ട. ലേബ മാത്രമല്ല പലരും ഏഷ്യാനെറ്റിൽ നിന്നും സകലയിടത്തുനിന്ന് മാറി എല്ലാ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ചേച്ചി ഞങ്ങൾക്ക് ആദ്യം തരണേ, ആശ ഞങ്ങൾക്ക് ആദ്യം തരണേ എന്നും പറഞ്ഞ് എന്ത് കൊടുക്കാൻ ഇവർക്ക് ഞാൻ? പറ, എന്താണ് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയിരുന്നതെന്ന്? ഞാനും മിലനും അടുത്തടുത്ത് കിടക്കുക, തളർന്ന് കിടക്കുക. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. തലേന്ന് വൈകുന്നേരം ഞാനും മിലനും 6:30 മണിക്ക് ഭക്ഷണം കഴിച്ചതാ. രാത്രി കഴിക്കാറില്ല. 6:30 മണിക്ക് കഴിച്ചാൽ പിന്നെ അതാണ് ഞങ്ങളുടെ അത്താഴ ടൈം. രാവിലെ വക്കീലിൻ്റെ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ പോലും അപ്പച്ചനെ ഒരു 15 മിനിറ്റാണ് ഈ പാർട്ടിക്കാർ നിർത്തിയത്. പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ എന്ന് കഴിക്കലല്ലല്ലോ, അപ്പച്ചൻ്റെ അടുത്ത് എത്തിയ കേസ് കോടതിയിലെത്തിയ ഒരു സ്റ്റേ മേടിക്കുക, അപ്പച്ചനെ സേഫ് ആക്കുക എന്നുള്ളതിൻ്റെ അല്ല. ഭക്ഷണം സെക്കൻഡറിയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, ഞാനും എൻ്റെ മകന് സത്യം ഞാൻ ഈ പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. അവിടെ നിന്ന് വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് ഡ്രാഫ്റ്റ് ചെയ്യണോ, അത് വേഗം എടുക്കുന്നു, ഒപ്പിടണു. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ടൗൺ ഹാളിൽ ചെല്ലണു. ടൗൺ ഹാളിൽ ഒരു 10-20 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഫോൺ കോൾ വന്നു. കൃഷ്ണ സാറിൻ്റെ ജൂനിയർ വിളിച്ചിട്ട് പറഞ്ഞു കോടതിയിൽ വരാം. അപ്പോൾ ഞാൻ ചോദിച്ചു വരേണ്ട കാര്യമുണ്ടോ? ഹൈക്കോടതിയിൽ കക്ഷികൾ ചെല്ലേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട, പക്ഷെ എൻ്റെ അപ്പൻ്റെ കാര്യത്തിനല്ലേ എന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഓടി. അപ്പം ആരോ പിടിച്ചു നിർത്തി. ആരോ അല്ല, സഖാവ് അലി അക്ബർ സിയറ്റിൻ്റെ നേതാവാണ്. മില്ലനോട് ചോദിച്ചു എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ആദ്യം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ കോൾ വരുന്നത്. അപ്പം തന്നെ ഞാൻ മില്ലനോട് പറഞ്ഞു സോണി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജൂനിയറിൻ്റെ പേരാണ്. അപ്പം മില്ലനും കാര്യം അറിയില്ല. ഞങ്ങളിത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക കോടതിയിൽ ഒരു ഉത്തരവ് ഇപ്പം വരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറയുമെന്ന് നമുക്കും അറിയത്തില്ല. പക്ഷേ അവിടെ ചെന്നു. അന്നേരം മില്ലനെ പിടിച്ചു നിർത്തി ചോദിച്ചെന്ന് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം മില്ലനൊന്നും പറയാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഊബറും ബുക്ക് ചെയ്താണ് ഹൈക്കോടതി പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ വഴിയരികിൽ നിൽക്കാനൊക്കെ പറയണത്. പിന്നീട് വൈകുന്നേരം ഈ റൂമിൽ വന്ന് അപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം ദാഹവും എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. മിലൻ പറഞ്ഞു ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല, സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടക്കുന്നു പറഞ്ഞു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എൻ്റെ കാലിലൊക്കെ ചവിട്ടിയത് അവനറിയാമല്ലോ, വേദന അവിടെ ഇവിടെയൊക്കെ. ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതെൻ്റെ വോയിസ്
ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും പറയാനില്ല. അത് കാരണം ഇവരെന്തൊക്കെ, അപ്പൊ സജിയുടെ ഓരോ ബൈറ്റൊക്കെ കാണുന്നുണ്ട്, അവളങ്ങനെ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെ പെരുമാറുന്നവളാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓർത്തിത് ഇവിടെ നിൽക്കത്തില്ല, ഇത് ഞാൻ പുറത്തോട്ട് ഇറങ്ങാണ്ട് എൻ്റെ വോയിസ് പുറത്ത് വരില്ല എന്ന് കരുതി ഞാൻ പോയി മില്ലനോട് പറഞ്ഞു ഞാൻ തനിച്ചാണെങ്കിലും പോവാന്ന്. അവൻ എൻ്റെ കൂടെ വന്നു. ആദ്യം പോയത് ഓരോരുത്തരും പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം തരണം. ആദ്യം പോയത് 24-ലല്ലേ ആഷ്മി ഇപ്പൊ 24-ലാണ്. അപ്പോഴും 24-ൽ തന്നെയായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ. ഓക്കെ, അവിടെ തന്നെയായിരുന്നു. അവിടുത്തെ ഏതൊരു സ്ഥലം ബൈപ്പാസിൽ എവിടെയോ ഒരു സ്ഥലത്ത് സ്റ്റുഡിയോയിൽ ചെന്ന് ഞാൻ ഓർത്തു അവിടുത്തെ അടിച്ച കാര്യവും ഇതൊക്കെ എനിക്ക് പറയാൻ വോയിസ് തന്നെ. അയാളുടെ ഘനഗംഭീര ശബ്ദത്തിൽ അങ്ങോട്ട് ചോദിച്ചത് ഔചിത്യക്കുറവല്ലേ, മുർദാബാദ് വിളിച്ചതാണ് അയാളെ ഹോണ്ട് ചെയ്തത് മുൻ സഖാവിന്. അയാളല്ലേ ഏതോ ഒരു സഖാവിനോട് സഖാവ് വേണ്ടത് ചെയ്യാന്നൊക്കെ ഫോണിൽ വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞതൊക്കെ. അങ്ങനെ മുർദാബാദ് വിളിച്ചത് ആഷ്മിക്ക് അങ്ങോട്ട് സങ്കടമായിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് ഒന്നും കൂടി വിളിക്കുവാന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ വിളിച്ചു, മുർദാബാദ് വിളിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി കുറിപ്പ് എഴുതുന്നുണ്ട്. ആ കുറിപ്പിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ കുറിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. ഞാൻ പറയാം, അതായത് ഇന്ന് ലേബ അന്ന് വിളിച്ചില്ലേ, ലേബ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു സൗത്ത് ഓവർബ്രിഡ്ജിന്റെ താഴെ നിൽക്കുന്നുണ്ട്, അവിടെ വരാൻ. നിങ്ങൾ കോടതിയിൽ നിന്ന് അപ്പച്ചന്റെ മൃതദേഹം കഴിഞ്ഞു, അടിയും കണ്ട് എല്ലാം കഴിയില്ല. അത് ഉച്ചയ്ക്ക് നടന്ന 4 മണിക്ക്, ഒരു 6 മണിക്ക് സന്ധ്യക്ക് അപ്പച്ചനെ മോർച്ചറിയിൽ കൊണ്ടുപോയതിന് ശേഷം ഓരോരുത്തർ വിളിക്കുന്ന കൂട്ടത്തിൽ ലേബ വിളിക്കുവാണ്. ലേബ സൗത്ത് ഓവർബ്രിഡ്ജിന്റെ താഴെ നിൽക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ. എൻ്റെ അപ്പന്റെ ഇത് സങ്കടം പറയാൻ ഞാൻ സൗത്ത് ഓവർബ്രിഡ്ജിന്റെ താഴെ നിൽക്കുന്നുണ്ടെന്ന്. എന്ത് മറുപടി പറഞ്ഞു? ഞാൻ പോയൊന്നുമില്ല. പിന്നീട് അവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല, ഞാൻ പോയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓരോ മനോരമയിലും മാതൃഭൂമിയിലും എല്ലാവരും അവരുടെ ആൾക്കാരെ വിളിച്ചു നിർത്തി എന്നെ അപമാനിക്കാൻ കാത്തു നിർന്നവരെ വിളിച്ചിരുത്തിയാണ് എന്നോട് ഒറ്റയ്ക്ക് ഓരോന്നെ ചോദിക്കുന്നതും. എന്നെ അപമാനിച്ച് മഞ്ജുഷ ആരൊക്കെ ഉണ്ടായിരുന്നില്ല, എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർക്കണില്ല. പിന്നീട് ജനം ടി വിയിൽ പോയി. ജനം മറുനാടൻ ഷാജിനും മാത്രമാണ് തുടക്കം തൊട്ടേ ഇതൊരു സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇത് കഴിഞ്ഞു. പിന്നീട് അപമാനിച്ചത് സിന്ധു സൂര്യകുമാർ. അവര് വാർത്താവതാരികയൊന്നും അല്ലല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല, വല്ലപ്പോഴും ഇതിൽ യൂട്യൂബിൽ സിനിമ കാണലും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. വല്ലവരും എല്ലാം അയച്ചു തരുമ്പോൾ, പ്രത്യേകിച്ച് വല്ലതും അയച്ചു തരുമ്പോൾ. അപ്പോൾ ഇവരുടെ ഒരു കവർ സ്റ്റോറി ഒരു തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവര് സിംഗിൾ ബെഞ്ചിന്റെ വിധിയും നമുക്കല്ല അപ്പച്ചനെതിരായിരുന്നു, MM ലോറൻസിനെതിരായിരുന്നു. എല്ലാവരും പറയണത് ആശ ലോറൻസിന് തിരിച്ചടി കിട്ടിയത് MM ലോറൻസിന് അല്ലേ, അദ്ദേഹത്തിനാണ് ആ നീതി നടപ്പാക്കി കൊടുത്തത്. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് എനിക്കല്ല ആ നീതി കിട്ടിയിരിക്കുന്നത്. ഞാൻ അപ്പന് നീതി മേടിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചത്. അവിടെ നീതി കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ ഒരു സങ്കടം മാത്രമാണ്. സിംഗിൾ ബെഞ്ച് വിധി വന്നു. അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് പലരും പറഞ്ഞു വിട്ടുകൊടുത്തൂടെ. നീ വിട്ടുകൊടുത്തവരുടെ അപ്പനല്ല അവിടെ കിടന്നിരുന്നല്ലേ, എൻ്റെ അപ്പനാണല്ലേ, കാരണം വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻപാകെ പോയി അവിടെ നിന്നും തള്ളിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പോകുന്ന ആ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ മാനസികമായിട്ട് എന്നെ തളർത്താനും ജനങ്ങളുടെ മുമ്പ് എന്നെ ഒറ്റപ്പെടുത്താനും എന്നെ അപമാനിക്കാനും വീണ്ടും കച്ചകെട്ടി ഇറക്കിയതാണ് ഈ കവർ സ്റ്റോറി. ഡിസംബറിലാണെന്ന് തോന്നുന്നു. ഞാൻ സുജയുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഏഷ്യാനെറ്റിൽ നിന്നാണ്, വൈറ്റില സ്റ്റുഡിയോയിൽ വരാൻ പറ്റുമോ, ഒരു ഇതെടുക്കാനാണ് സിന്ധു സൂര്യകുമാറിൻ്റെ കവർ സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കവർ സ്റ്റോറി എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഫുള്ള് ഞാൻ കണ്ടിട്ടില്ല, അവരറിയാമെന്നല്ലാണ്ട് അവരുടെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓർത്ത് ഞാൻ പറഞ്ഞു ചേച്ചിയും വരുമെന്ന് വെച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സജീവൻ്റെ അടുത്തോ, ഞാൻ പറഞ്ഞു സജീവൻ്റെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു വരേണ്ട കാര്യമില്ല, നിങ്ങളുടെയൊക്കെ സജീവൻ്റെ എടുത്തതുണ്ട് എന്ന് പറഞ്ഞു. സജീവനെ വിളിച്ചോ, സജീവൻ വരണോ എന്ന് ചോദിച്ചു. പറഞ്ഞു സാറിൻ്റെ എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രഷായിട്ട് എടുക്കുകയെന്നാണ് ഞാൻ കരുതണത്. പിന്നെ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോകാമെന്നും പറഞ്ഞിരിക്കുമ്പോഴേക്കും ഫോൺ വന്നിട്ട് പറഞ്ഞു വേണ്ട, ഇത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം അല്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഇന്ന് തന്നെ കാണിക്കും, 7 മണിയോ 8 മണിയോ അവരുടെ സമയം പറഞ്ഞു. ഞങ്ങളങ്ങനെ കാത്തിരുന്ന് കണ്ടപ്പോൾ അവർ ഇരുന്ന് ഓരോന്ന് പറയുകയാണ്. ഇങ്ങനെ എന്താ മരണം കൊണ്ട്, അതിൻ്റെ തംബ്ലൈൻ ഇങ്ങനെയായിരുന്നു, മരണം കൊണ്ട് മുറിവേറ്റ സഖാവുന്നോ അങ്ങനെന്തോ ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് മുഴുവൻ എന്നെയാണ്, BJP ബന്ധം ഉണ്ടായിരുന്ന മകള്, അപ്പനുമായിട്ട് അകൽച്ച ഉണ്ടായിരുന്ന മകള് എന്നും പറഞ്ഞിട്ട് നിരന്തരം ഇവർ തന്നെ പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ ആ നിർവികാരമായിട്ടുള്ള ഒരു മുഖവും വെച്ചോണ്ട് സിന്ധുസുകുമാരി ഇത് കാണണം പറയുവാണ്. എല്ലാവരും എഴുതി വെച്ചോ, അല്ലെങ്കിൽ നാടകവും തമാശയാവൂന്ന്. മരണമാണോ തമാശ നാടകമാക്കുന്നത്? സ്വന്തം അപ്പൻ്റെ മരണമാണോ തമാശ നാടകമാക്കുന്നത്? അന്ന് ടൗൺ ഹാളിൽ 2 സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് നിന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ആരാണ് അവർ? ബന്ധുക്കളാണോ?
അത് പിന്നീടാണ് ഞാൻ അറിയണ സുമേഷ്. ഞാൻ പറഞ്ഞില്ലേ, പത്രം നിർത്തിയിട്ട് കോവിഡിന് മുമ്പ് തന്നെ പത്രം ഞാൻ നിർത്തിയിരുന്നു. എന്നുവെച്ചാൽ മനോരമയും ആണ് വരുത്തിയിരുന്നത്, മലയാളം പത്രത്തിൽ. മനോരമ വായിക്കാൻ ഞാൻ മനോരമയിൽ വിളിച്ചറിയിച്ചു, നേരിട്ട് അറിയാവുന്ന സീനിയർ ജേർണലിസ്റ്റുകളെ വിളിച്ചറിയിച്ചു, ഇനി നിങ്ങളുടെ പത്രം നിർത്തുകയാണ്. അതിലൊരാൾ പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്യുന്ന വരെയെങ്കിലും വരുത്തണം കേട്ടോ ആശ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തിനു വരുത്തണം, നിങ്ങൾ റിട്ടയർ ചെയ്ത് ദേശാഭിമാനി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പത്രം നിർത്തി. പത്രം ഒന്ന് അപ്പച്ചൻ മരിച്ച ദിവസങ്ങളിൽ ഒരു പത്രവും ഞാൻ വായിച്ചില്ല. എനിക്ക് വായിക്കാൻ മനസ്സില്ലായിരുന്നു. വെച്ചാൽ ദേശാഭിമാനി എഴുതണം എന്തായിരിക്കും എന്നറിയാം, മറ്റുള്ളവർ എഴുതണം എന്തായിരിക്കും എന്നറിയാം. എനിക്കത് ഓർക്കാൻ മേലാത്ത കാരണം ഞാനതൊന്നും വായിച്ചില്ല. പിന്നീട് 3-4 മാസം കഴിഞ്ഞിട്ട് സുജയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത്. സുജ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ 2 ജോലിക്കാർ നിന്നിട്ടുണ്ടെന്ന് പറയണവർ അമ്മയുടെ ബ്രദറിന്റെ വീട്ടിൽ നിന്നതാണ്. അവരുടെ പേര് ഞാൻ ഇവിടെ പറയണ ദേശാല അവർ അച്ചടിച്ച പേരാണ് കേട്ടോ. ഈ 2 പേരുകളും അച്ചടിച്ച് വന്നിരുന്നു. അവരുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അവർ മാത്രം അടുത്ത് നിന്ന് കരയണ ഒരു പടമാണ്. അതായിരുന്നു അവര് വീട്ടില് പണ്ട് സഹായത്തിന് നിന്നിരുന്നാണ്. അമ്മയുടെ നാട്ടിൽ നിന്ന് അമ്മാമ്മ കൊണ്ടുവന്ന് അവർക്ക് ഒരു സേഫ്റ്റി വേണമായിരുന്നു അവരുടെ ലൈഫിന്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, അത് ചിലപ്പം ഈ പറഞ്ഞ ഡിഫോമേഷൻ കേസിലോട്ട് എത്തിക്കാം. പക്ഷെ അത് പറയുന്നില്ല, അറിയേണ്ടവർക്ക് അറിയാം, അവർക്കും അതറിയാം. ആരെങ്കിലും ചിലപ്പോൾ ഇത് കാണിച്ചു കൊടുത്ത് ശരിയാണോന്ന് നോക്കുകയാണെങ്കിൽ അവർ ഡിഫോമേഷൻ കേസിന് പോട്ടെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞതിലൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല, എന്ത് കാര്യമായാലും തെറ്റായാലും ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ആ പേടിയൊന്നും ഇല്ല. അവരെ ഏത് സാഹചര്യത്തിലാണ് നമ്മളുടെ വീട്ടിൽ അഭയം തേടി വന്നതെന്ന് നമുക്കറിയാം. അമ്മയുടെ അമ്മ, അവരുടെ സ്വന്തം അച്ഛൻ്റെ പെങ്ങള് ഒരു തേക്കിലത്താത്തി ഉണ്ടായിരുന്നു. അമ്മയുടെ വീടിന് മുമ്പിലത്തെ ടെനൻ്റാണ് അമ്മയുടെയൊക്കെ നാട്ടിൽ, അമ്മയുടെയൊക്കെ കുടുംബത്തിൽ. ഇവരുടെ കാര്യം എൻ്റെ ഗ്രാൻഡ് മദറോട്, എൻ്റെ അമ്മയുടെ അമ്മയോട് പറഞ്ഞിട്ടാണ് ആ നാട്ടിൽ നിന്നേ മാറ്റി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അതിൽ ഒരാൾ കുറച്ച് ദിവസമേ വീട്ടിൽ നിന്നിട്ടുള്ളൂ. ഇളയാൾ അമ്മയുടെ ബ്രദറിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ബ്രദറിൻ്റെ വീട്ടിലോട്ട് ആക്കി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന ആള് മൂത്തയാള്. അപ്പോൾ ഒരു 1.5-2 വർഷം നിന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കുറച്ചാൾ നിന്നു. ആ ഒരു ബന്ധം മാത്രമേ എം ലോറൻസിന്റെ കുടുംബത്തിനുമായി ആ സ്ത്രീകൾക്കുള്ളൂ. എന്തോ ആ ഒരു ബന്ധം, ഈ 2 വർഷം അവിടെ വീട്ടിൽ നിന്നൊരു ബന്ധം, 2-3 വർഷം അവര് നിന്ന് കാണുമായിരിക്കും. ആ ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നു. എന്താണ് അവര് അവിടുന്ന് പറഞ്ഞു വിട്ടതാണോ, അവര് സ്വമേധയെ പോയതാണോ? പറഞ്ഞു വിട്ടതാണ്. എന്തായാലും പറഞ്ഞു വിട്ടത് പല കാരണങ്ങളുണ്ട്. അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സ്വഭാവ രീതി കൊണ്ട്. അതൊന്നും ഞാൻ പറയണില്ല, ഞാനന്ന് ചെറിയ കുട്ടിയാണ്. മുതിരുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ ഡെപ്തൊക്കെ മനസ്സിലാക്കുക. ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നീട് അവരെ പറഞ്ഞു വിട്ടതാണ് സുമേഷ്. അവരെ പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം വന്നു. ഞാനത് FBയിൽ എഴുതിയില്ല എൻ്റെ മര്യാദ. പക്ഷേ ഞാനിപ്പോൾ അത് പറയാൻ കാര്യം, ദേശാഭിമാനിയിൽ ഞാൻ എൻ്റെ അപ്പനെ അമ്മയും തമ്പ്രാനും തമ്പ്രാട്ടിന്നും മുതലാളിത്തിന്നും എന്തിനും ഞങ്ങൾ 4 മക്കളെ വിളിച്ച് മുതലാളിത്തിന്ന് മുതലാളാന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ അപ്പച്ചനോടും അമ്മയോടും വഴക്ക് പറയുമെന്ന്, നാണക്കേട് ഇങ്ങനെയൊക്കെ വിളിക്കണമെന്ന്. നമുക്കതൊക്കെ ഒരു നാണക്കേട് തോന്നുന്ന ഒരു കുറച്ചിൽ പോലെയാണ്. വഴക്ക് പറയുമായിരുന്നു അമ്മ, ഇങ്ങനെ വിളിക്കല്ലേന്ന്. ആ ആള് തെക്കച്ചെല്ലാന്നുണ്ട് അരവിന്ദൻ, അയാളെ പറ്റി ഒരു കമന്റ് പോലെ ഒരു ചേച്ചി എഴുതിയിട്ടുണ്ട്. അരോന്നാണ് ഞങ്ങളെ വിളിച്ചിരുന്നത്. കണ്ട ഉടനെ മലയാളത്തി, കൊച്ചു മലയാളത്തി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമുക്കത് ആവശ്യമില്ലാത്തല്ല. അപ്പച്ചനെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെയും വിളിച്ചിരുന്നു. അത് മുതലുണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലേ, മുതൽ ആളിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ വിളിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു വിടാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞ. ഈ അതിലോട്ട് വരണമെങ്കിൽ, ആ പറഞ്ഞു വിടാനുള്ള കാരണം പറയണമെങ്കിൽ, എന്തുകൊണ്ട് ഞാനിപ്പോൾ FBയിൽ ഞാൻ ആ കാരണം എഴുതിയാണ്ട് സുമേഷിനോട് ഇത് പബ്ലിക്കലി പറയാനുള്ളൊരു കാരണം, അപ്പച്ചൻ്റെ അമ്മയുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഞാൻ എഴുതി. ദേശാഭിമാനിയിൽ ഇവരുടെ ഫോട്ടോ മാത്രമാണ് വന്നത്. അപ്പച്ചൻ്റെ ഒരു മാരേജ് ഫോട്ടോ, അച്ഛനമ്മയും വിവാഹം ചെയ്തതും 4 മക്കളുടെ ഫോട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഡിറ്റാച്ച്മെന്റ് അവർ അങ്ങോട്ട് മുതലെടുത്തു. മക്കളൊക്കെ ഒന്നും ഒരു യോജിപ്പില്ല. അപ്പച്ചനൊരു MM ലോറൻസ് എന്ന ആൾക്കൊരു ഫാമിലി ഇല്ലാത്തത് പോലെയാണ് അന്നത്തെ ദേശാഭിമാനി എടുത്ത് വായിക്കുക. അപ്പോൾ കോടതിയിൽ ഡിഫോമേഷൻ കേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ദേശാഭിമാനി കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. അവർ ഹാജരാക്കട്ടെ, ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ. ഒരു ഫോട്ടോയും 24-ാം തീയതി കേട്ടോ, അപ്പച്ചൻ മരിച്ച 21-ാം തീയതിയിൽ പിറ്റേ ദിവസം 22-ന് വല്ലതും കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ സുജ കാണിച്ചു തന്നത് 23-ാം തീയതിയിലെ പത്രാണ്, 24-ാം തീയതിയിൽ അവിടെ നടന്ന സംഭവങ്ങൾ എന്തോ എഴുതിയിരുന്നു. അപ്പോൾ ഇവരുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇവരെന്തിനാണ് ഇത്ര കരയണത്? അപ്പോൾ സുജ പറഞ്ഞു വിട്ടേക്ക്. ഞാൻ പറഞ്ഞു വിട്ടേക്ക് ആണ്. ഇത് എന്തൊരു നാടകം ഇവർ നടത്തിയത് വെച്ചാൽ അവർക്കൊരു അലിവോ കണ്ണീരോ വരണ ആൾക്കാരായിരുന്നില്ല അവർ.
മുമ്പ് അമ്മ മരിച്ചപ്പോഴും അമ്മ മരിച്ചപ്പോൾ വന്നില്ല, അമ്മാമ്മ മരിച്ചപ്പോൾ വന്നിട്ടില്ല. അവരെ രക്ഷിച്ച അമ്മാമ്മ മരിച്ചപ്പോഴോ അമ്മ മരിച്ചപ്പോഴോ ഞങ്ങളുടെ ബ്രദർ മരിച്ചപ്പോഴോ വന്നിട്ടില്ല. അവര് ഒരാൾ നിന്ന വീട്ടിൽ അമ്മയുടെ ഇളയ ബ്രദർ ഉമ്മച്ചനങ്ങൾ മരിച്ചപ്പോഴും ഇവർ വന്നിട്ടില്ല. ഒരു ബ്രദേഴ്സും ആ കുടുംബത്തോട്, അമ്മയുടെ കുടുംബത്തോട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഇവർ ആരും മരിക്കാകുമ്പോൾ വന്നിട്ട് ഒരു അപ്പച്ചൻ വല്ലപ്പോഴും വന്ന് പോകുന്നൊരു ബന്ധം മാത്രമേ പണിയാൻ നിന്ന അവരോടൊന്നും അപ്പച്ചൻ അനാവശ്യമായിട്ട് സംസാരിക്കില്ല. എം ലോറൻസിനെ കണ്ട് ഇത്ര എവിടെ നിന്ന് ഇവർക്ക് ഈ കണ്ണീര് വന്നു, എവിടെ നിന്ന് ഇവർക്ക് അഭിനയിക്കാൻ കഴിയുമെന്നൊന്ന് ഓർത്ത് എനിക്ക് ഇന്നും അത്ഭുതം. അവരുടെ പുറകിൽ ആരായിരുന്നു, ഏത് മാഫിയാണ്? ഈ പാർട്ടി ഒരു മാഫിയയെ പോലെയാണല്ലോ. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അവർക്ക് പൈസ ഓഫർ ചെയ്തോ കൊണ്ടുവന്ന് നിർത്തി കരയിപ്പിച്ചതാ. സിന്ധു സൂര്യകുമാർ പറഞ്ഞതുപോലെ ഓക്കെ, ഞാൻ BJP സംഘിബന്ധം ഉണ്ടോ? അതുള്ളത് കൊണ്ട് എൻ്റെ ഫോട്ടോ ദേശാഭിമാനി പബ്ലിഷ് ചെയ്യാത്തതിൽ എനിക്കൊരു വിരോധവും ഇല്ല. മാറ്റി നിർത്തട്ടെ. ഇനി ഫാമിലി ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് 3 മക്കളെ ഉള്ളായിരുന്നു എന്ന് എഴുതിയാലും പോലും എന്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടില്ല അവരുടെ മക്കളെന്ന്. അവരാണ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിന്ന് MM ലോറൻസിന്റെ അടുത്ത് നിന്ന് കരഞ്ഞത്.